ഇപ്പൊ റീസെന്റ് ആയിട്ട് അഫാന്റെ കേസ് എടുക്കാം. അഫാൻ ഏകദേശം 5 പേരെയാണ് കൊന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രസന്റ് പോപ്പുലേഷന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുക. ഇതിനകത്ത് ഒരു 90 അല്ലെങ്കിൽ 95% ആൾക്കാരും സിറ്റുവേഷണൽ ഒഫൻഡേഴ്സ് ആണ്. ഇപ്പോൾ ഫോറൻസിക് സൈക്കോളജി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ ഫോറൻസിക് സൈക്കോളജി മാസ്റ്റേഴ്സ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഒരു കേസിൽ ഓക്കെ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് വേണം. ഇപ്പം ഇന്നത്തെ ഒരു പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെ ഉള്ളത് മെബിൻ വിൽസൺ തോമസ്, ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആണ്. നമ്മൾ കുറച്ച് മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഫോറൻസിക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മൂവി ഉണ്ട്. പിന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നൊരു മൂവി എന്ന് പറയുന്നത് അഞ്ചാം പാതിരയിലെ കുഞ്ചാക്കോ ബോബൻ്റെ റോളൊക്കെ എനിക്ക് പെട്ടെന്ന് മെബിൻ സാറിനെ പറ്റി കേൾക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലേക്ക് എത്തിയത് ആ കുഞ്ചാക്കോ ബോബൻ്റെ റോളും ആ കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനും വളരെ ക്യൂരിയസ് ആയിട്ട് ഉള്ള ഒരാളാണ്, എന്താണ് ഈ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്നും ഫോറൻസിക് സൈക്കോളജി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ പലർക്കും അറിയാം, ഇപ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകം അല്ലെങ്കിൽ പലയിടത്തും റിപ്പീറ്റഡ് ആവുന്ന സ്ട്രാറ്റജീസ് ഉണ്ട്. അത് റിവീൽ ആകപ്പെട്ടതായിരിക്കാം, അല്ലാതിരിക്കാം. ഞാൻ ചോദിക്കുന്നത്, അതുപോലെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ട്, നമ്മുടെ സിനിമയിലും കേട്ടിട്ടുണ്ട്, ദർ ഈസ് നോ പെർഫെക്റ്റ് ക്രൈം. അപ്പം ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഒരാൾ പെർഫെക്റ്റ് ആയിട്ട് ക്രൈം ചെയ്യാൻ തീരുമാനിക്കുന്നു, ചലഞ്ചിങ് ആയിരിക്കുമല്ലോ. അപ്പം നിങ്ങളെപ്പോൾ എക്സ്പേർട്സിനായിരിക്കും അത് കുറച്ചുകൂടെ ചലഞ്ചിങ്. എങ്ങനെ എവിഡൻസിലേക്ക് എത്തപ്പെടും? ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവിടെയാണ് ഈ ഫോറൻസിക് സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രസന്റ് പോപ്പുലേഷന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുക. ഇതിനകത്ത് ഒരു 90 അല്ലെങ്കിൽ 95% ആൾക്കാരും സിറ്റുവേഷണൽ ഒഫൻഡേഴ്സ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഡ്യൂ ടു ദർ അഗ്രഷൻ അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദ ഇംപൾസീവ് ബിഹേവിയർ അവർ ആൾക്കാരെ കൊല്ലുന്നു, അല്ല ക്രൈം ചെയ്യുന്നു. സിറ്റുവേഷണൽ ഒഫൻഡേഴ്സ് ആണ്. അതായത് ആ പർട്ടിക്കുലർ കണ്ടീഷനിൽ സംഭവിച്ചു പോയതാണ്. അപ്പം ഇങ്ങനെ ഒരു 90% ആൾക്കാർ നമ്മുടെ പേഴ്സണലിലുള്ള 95% ആൾക്കാരെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ്. അതെന്തും ആയിക്കോട്ടെ, ഏതൊരു നേച്ചർ ഓഫ് ഒഫൻസും ആയിക്കോട്ടെ. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇവർ ആ സമയത്ത് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ഫ്രസ്ട്രേഷനിലോ അല്ലെങ്കിൽ ആ പറഞ്ഞ അഗ്രഷനിലോ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ കണ്ടീഷനിൽ ആ ഒരു പർട്ടിക്കുലർ ഒരു ഈ പറഞ്ഞ പോലെ ഉള്ള ഒരു ഇമോഷണൽ ഇതില് അവര് ഒരാളെ കൊല്ലുന്നു. നമ്മൾ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ ചില ആൾക്കാരോട് നമ്മൾ കൃത്യമായിട്ട് ഒഫൻഡേഴ്സിന് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മൾ പേരെ അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ സൈക്കോളജിക്കൽ പ്രൊഫൈലിംഗ് ഞാൻ ചെയ്തിട്ടുണ്ട് അൺഒഫീഷ്യലി. കാരണം നമ്മൾ ചിലപ്പം ഈ പറഞ്ഞ പോലെ പോലീസുകാരുടെ അടുത്ത് നമുക്ക് സംസാരിക്കുമ്പോൾ അവർക്ക് അതിനുശേഷം പല ആൾക്കാർക്ക് ഈ പറഞ്ഞ റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. കാരണം പല ആൾക്കാരും പറയാറുണ്ട്, സാറേ ഞാൻ ആ കണ്ടീഷനിൽ അങ്ങനെ ചെയ്തു പോയി, അല്ലെ ആ സിറ്റുവേഷൻ അങ്ങനെ ചെയ്തു പോയി. അപ്പം അവർക്ക് ഈ പറയുന്ന പോലെ ക്രൈം സീനെ പ്രോപ്പർ പറഞ്ഞ പോലെ സ്റ്റേജ് ചെയ്യാനോ, നമ്മൾ സ്റ്റേജിങ് എന്ന് പറയും, അതായത് നമ്മളിലും അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക, ക്രൈം സീനെ മാനിപ്പുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കഴുകുക, ക്ലീൻ ചെയ്യുക, അതിനുള്ള സമയം കിട്ടത്തില്ല. കാരണം അവരുടെ ആ സമയത്തുള്ള ഇമോഷണൽ ഔട്ട് ബേഴ്സ്റ്റ് അവരെ കൊല്ലുന്നു. പിന്നെ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്ക് അറിയാതെ വരുന്നു. സോ ടെക്നിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് ഇറ്റ് ഗോസ് ബിയോണ്ട് ദെയർ കൺട്രോൾ. അപ്പം അവർക്ക് ആ സമയത്ത് ചിലപ്പം എല്ലാവരും എടുക്കുന്ന സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടുക, ആ ക്രൈം സീൻ പാനിക്കായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്യുന്നത്. അവരല്ലാതെ ഇത് പറഞ്ഞ് സ്റ്റേജ് ചെയ്യാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും പോവുകയല്ല. ഒരു 90% കേസസ്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രീ മെഡിക്കേറ്റഡ് ആയുള്ള ക്രൈംസിലാണ് കൂടുതൽ ഈ പറഞ്ഞ പോലെ പറഞ്ഞല്ലോ കൊല്ലണം എന്ന് വിചാരിച്ചുകൊണ്ട് കൊല്ലുന്നു. അതില് പോലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ പ്രോട്ടോകോൾ ഫോളോ ചെയ്ത് എവിഡൻസുകൾ കളക്ട് ചെയ്താൽ കിട്ടും. ഇറ്റ് ഈസ് പോസിബിൾ. അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പറഞ്ഞ പോലീസ് ഓഫീസേഴ്സിന് പ്രോപ്പർ ആയിട്ട് ഞാൻ കേരള പോലീസ് അക്കാഡമിയിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ആളാണ്, തൃശ്ശൂർ പോലീസ് അക്കാഡമിയിൽ. ഓക്കെ, നമുക്ക് പോലീസ് ഓഫീസേഴ്സ് പോലും ഈ റീസെന്റ് ആയ ബാച്ചിലെ ആൾക്കാർ പറയുന്നത് പോലും പ്രാക്ടിക്കൽ എക്സ്പോഷർ എസ്പെഷ്യലി ഓൺ ക്രൈം സീൻ ഇസ് വെരി ലെസ്. അതായത് അവരെ കൊണ്ട് ചെയ്യിക്കണം. ഇപ്പം പണ്ടൊക്കെ നമുക്ക് പറയുമല്ലോ, ഇപ്പൊ ഏത് കേസ് ചിലപ്പം ചില കേസുകളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒന്നാമത്തെ കാര്യം ഫോറൻസിക് എക്സ്പേർട്സ് അല്ലെങ്കിൽ പോലീസ് റേഷ്യോ ടു ദ ഫോറൻസിക് എക്സ്പേർട്ട് റേഷ്യോ ഇസ് വെരി ലെസ്. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം പോലീസ് പബ്ലിക് റേഷ്യോ തന്നെ വളരെ കുറവാണ്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയേ, പബ്ലിക് ഫോറൻസിക് എക്സ്പേർട്ട് റേഷ്യോ വളരെ കുറവാണ്, 0.something ആണ്. അപ്പം ഒരു പർട്ടിക്കുലർ ഒരു ഫോറൻസിക് ടീമിൽ കൂടി വന്ന 4 മുതൽ 5 പേര് ഇൻക്ലൂഡിങ് എ ഫോട്ടോഗ്രാഫർ. ഇപ്പം ക്രൈം സീനിലാണെങ്കിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഫിംഗർ പ്രിന്റുകാരുടെ എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടാവും. ശരിക്കും
എന്താ ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നത്? വളർന്നു വരുന്ന ഒരു ശാഖയാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത്. ഇപ്പം സാധാരണ ഫീൽഡിലുള്ള ഇപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, അപ്പോൾ അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ ഒരു സൈക്കോളജി ഡൊമൈനുള്ള ആൾക്കാർക്ക് അത്യാവശ്യം ഇതിനെ പറ്റിയൊക്കെ അറിയാം. പക്ഷേ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പൊസിഷൻസ് ഓക്കെ നമ്മളിപ്പം ഒരു പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ കാണില്ല. ഈവൻ ഗവൺമെന്റ് സെക്ടറിൽ പോലും ഇപ്പം ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു ടാഗ് ഉള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡെസിഗ്നേഷൻ ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. ഓക്കെ. അപ്പം സാധാരണഗതിയിൽ ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന ഈ ഡൊമൈൻ ഓക്കെ ഇതിനൊരു ചെറിയൊരു ചരിത്രമുണ്ട്. 2013 മാത്രമാണ് APA അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഇതിനെ റീ അക്രഡിറ്റ് ചെയ്യുന്നു. ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡൊമൈന് വേണ്ടി, അല്ലെങ്കിൽ ഈവൻ ഒരു ഫോറൻസിക് സൈക്കോളജി എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ തന്നെ APA കൊണ്ടുവരുന്നത് 2013 അപ്പം ഇപ്പൊ 2025 നമ്മള് ഏകദേശം 12 വർഷമേ ആയതേ ഉള്ളൂ. ഈവൻ APA പോലും ഇതൊരു പർട്ടിക്കുലർ ഒരു ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന രീതിയിൽ ഇതിനെ കണ്ടിട്ട്. അപ്പം അതിനു മുമ്പ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഫോറൻസിക് ഇപ്പം വിദേശ രാജ്യങ്ങൾ എസ്പെഷ്യലി UK-ലോ US-ലോ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ ഫോറൻസിക് സൈക്കോളജി പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആവണമെങ്കിൽ ഫോറൻസിക് സൈക്കോളജി മാസ്റ്റേഴ്സ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. സോ ക്ലിനിക്കൽ സൈക്കോളജിയിലോ സോഷ്യൽ സൈക്കോളജിയിലോ കൊഗ്നിറ്റീവ് സൈക്കോളജിയിലോ ന്യൂറോ സൈക്കോളജിയിലോ ഒരു ഈ പറഞ്ഞ മാസ്റ്റേഴ്സ് ഉള്ള ഒരു വ്യക്തി, അതിൽ ആ വ്യക്തി മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഈ പറയുന്ന ഫോറൻസിക് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ചെയ്തുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആയി അതിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തി ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസുകൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ക്രിമിനൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള ഒരു പർട്ടിക്കുലർ ടാഗിലായിരുന്നു, ലേബലിലായിരുന്നു കൂടുതലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇതിന് കൂടാതെ മറ്റൊരു ഏരിയ ആണ് ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജി. നമ്മൾ സിനിമയിലൊക്കെ അല്ലെങ്കിൽ വെബ് സീരീസിലൊക്കെ ആൾക്കാരെ കൂടുതൽ കാണുന്നത്, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കേട്ട് പരിചയമുള്ള ഒരു ടേം ആണ് ക്രിമിനൽ പ്രൊഫൈലിംഗ്. അത് കൂടുതലും ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജിസ്റ്റ് ആണ്. സോ ടെക്നിക്കലി നമ്മൾ ഫോറൻസിക് സൈക്കോളജിയിലേക്ക് പറയുമ്പം അത് ചെറിയൊരു ഡൊമൈൻ അല്ല, അത് വലിയൊരു ഡൊമൈനാണ്. ഇതിനുള്ളിൽ തന്നെ സബ് സ്പെഷ്യലൈസേഷൻസ് വരുന്നുണ്ട്. ഈ ഫോറൻസിക് സൈക്കോളജി തന്നെ അതിന് 5 സബ് തീംസ് ഉണ്ട്, അല്ലെങ്കിൽ സബ് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അത് കൂടാതെ ക്രിമിനൽ സൈക്കോളജി ഉണ്ട്, അത് കൂടാതെ ഇൻവെസ്റ്റിഗേറ്റീവ് സൈക്കോളജി ഉണ്ട്. ഇപ്പൊ ഒരു കേസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും ഒരു ജോബ് പറയാ, എന്താണ് ഫോറൻസിക് സൈക്കോളജി? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിലെ പെർസ്പെക്റ്റീവിൽ സംസാരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ, എസ്പെഷ്യലി നമ്മളിപ്പം കഴിഞ്ഞ വർഷം ജൂലൈ 1 മുതലാണ് പുതിയ നിയമ സംഹിത നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യാധിനിയം, ഈ 3 കാരണം ഇപ്പം ഇന്ത്യൻ പീനൽ കോഡോ ക്രിമിനൽ പ്രൊസീജിയർ കോഡോ ഇന്ത്യൻ എവിഡൻസ് ആക്ടോ ഇല്ല. അപ്പം ഇതിലൊന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നിയമപരമായിട്ട് ആസ് ഫാർ ആസ് ദ ലോ എൻഫോഴ്സ്മെന്റ് ഇസ് കൺസേൺഡ് ഓർ ആസ് ഫാർ ആസ് അവർ ജുഡീഷ്യൽ സിസ്റ്റം ഇസ് കൺസേൺഡ്, ഒരു കേസില് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റ് വേണം, ഫോറൻസിക് എക്സ്പേർട്സ് വേണം. എസ്പെഷ്യലി റൈറ്റ് നൗ ഇപ്പം BNS കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇപ്പം 7 വർഷത്തിന് മേലുള്ള ഇപ്പം ഇംപ്രസ്മെന്റ് കിട്ടുന്ന അല്ലെങ്കിൽ ശിക്ഷ കിട്ടുന്ന കേസുകളിലെല്ലാം ഒരു ഫോറൻസിക് എക്സ്പേർട്ടിന്റെ അല്ലെങ്കിൽ ഫോറൻസിക് ഇവാലുവേഷൻ വേണമെന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട് ഭാരതീയ ന്യായ സംഹിതയിൽ. പക്ഷേ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്നുള്ളൊരു ഒരു ടാഗ് ലൈൻ അവിടെ വരുന്നില്ല. അതായത് ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷൻ വരണമെന്ന് ഒരു തരത്തിലും പറയുന്നില്ല. അതിന് എക്സെപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെ കേസുകളാണ് ഫോറൻസിക് ഇവാലുവേഷൻ വേണ്ടെന്നുള്ള എക്സെപ്ഷൻസ് ഉണ്ട്, പക്ഷെ അതൊരു ഇൻ റിട്ടേൺ ആയിട്ട് വരുന്നില്ല. സോ ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഫോറൻസിക് സൈക്കോളജി, ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം ക്ലിനിക്കൽ സൈക്കോളജിക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ട്, RCI ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഡോക്ടേഴ്സിന് വേണ്ടി മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്, നഴ്സിന് വേണ്ടി നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട്. പക്ഷെ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജി പഠിച്ച വ്യക്തികൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇല്ല. ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി ഇപ്പൊ റീസെന്റ് ആയിട്ട് അഫാന്റെ കേസ് എടുക്കാം. അഫാൻ ഏകദേശം 5 പേരെയാണ് കൊന്നിരിക്കുന്നത്. അപ്പം ആ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻസാനിറ്റി, അതായത് ഇപ്പം ഡെഫിനേഷൻ ഉണ്ട്, എസ്പെഷ്യലി നേരത്തെ സെക്ഷൻ 84 ഓഫ് IPC ആയിരുന്നു, ഇപ്പം സെക്ഷൻ 22 ഓഫ് BNS ആണ് ഇൻസാനിറ്റി.
പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ട് എന്താണ് റിയൽ ഇൻസാനിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജി ഡൊമൈനിലുള്ള ആൾക്കാർക്ക് എല്ലാം ഇൻസാനിറ്റിയാണ്. കാരണം ഇൻസാനിറ്റി എന്ന് പറഞ്ഞാൽ ജനറൽ ടേം ആണ്. അതെ അതെ. കാരണം അതിനകത്തെല്ലാം വരും. മേജർ സൈക്കോട്ടിക് ഡിസോർഡേഴ്സും വരും, മൈനർ സൈക്കോട്ടിക് എല്ലാം വരും ഇൻസാനിറ്റിയിലേക്ക് വരും. പക്ഷെ ലീഗൽ ഡെഫിനിഷൻ വേറെ രീതിയിലാണ്. അപ്പം ഇതിനകത്ത് വരുമ്പോ ഇപ്പം ഒരു പർട്ടിക്കുലർ അഫാന്റെ കേസ് തന്നെ എടുക്കുമ്പോൾ ആ വ്യക്തി ഇത്രയും പേരെ കൊന്നത് ഈ പറയുന്ന എന്തെങ്കിലും മെന്റൽ കണ്ടീഷൻ കൊണ്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡർ കൊണ്ടാണോ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് അത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിലവില് നമുക്ക് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല. ഇപ്പം ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് RCI പോലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഇല്ല. ഓക്കെ, ഹീസ് എ ലൈസൻസ്ഡ് ഫോറൻസിക് സൈക്കോളജിസ്റ്റ്. ആര് സർട്ടിഫൈ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നിലവിലുള്ളത് അക്കോർഡിംഗ് ടു RCI ഇപ്പം പല ഫോറൻസിക് കേസുകളും ഇപ്പം അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജിക്കൽ ആപ്ലിക്കേഷൻ ഉള്ള പല കേസുകളും ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ സൈക്യാട്രിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കും. സോ ഈ മെന്റൽ ഹെൽത്ത് കെയർ ആക്ടിലാണെങ്കിലും ഈ 4 പ്രൊഫഷണൽസിനെ പറ്റിയാണല്ലോ മേജർ ആയിട്ട് പറയുന്നത്. അതെ. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു സൈക്യാട്രിസ്റ്റ് ആണ് ഒരു അതോറിറ്റേറിയൻ എന്ന് പറയുന്നത്, സർട്ടിഫൈ ചെയ്യാനുള്ള അതോറിറ്റി കൊടുക്കുന്നത് സൈക്യാട്രിസ്റ്റ്. എനിക്ക് തോന്നുന്നു അത് ഇവിടെയും ബാധകമാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. ഓക്കെ. കാരണം നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു പ്രൊവിഷൻ ഇതുവരെ വന്നിട്ടില്ല. കാരണം ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ഇപ്പൊ ഞാൻ പോലും പഠിച്ചിരിക്കുന്നത് ക്രിമിനോളജി ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ. നമ്മുടെ ഒരു ജേണി എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഫോറൻസിക് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ജേണി എങ്ങനെയായിരുന്നു? സോ ഞാൻ പഠിച്ചത് ഡിഗ്രി ഞാൻ പഠിച്ചത് KE കോളേജിലാണ്, മാന്നാനം. ഞാൻ കോട്ടയംകാരനാണ്. ഓക്കെ. എന്റെ വീട് മീനടത്താണ്. മീനക്കാരനാണ് ഞാൻ, പുതുപ്പള്ളിക്കടുത്ത്. കാരണം മീനടം എന്ന് പറഞ്ഞാൽ മറ്റേ ആൾക്കാർക്ക് അറിയില്ല. പുതുപ്പള്ളി എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിന്റെ നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും അറിയാം. ഞാൻ പഠിച്ചത് എന്റെ ഒരു LKG മുതൽ ഞാൻ +2 വരെ പഠിച്ചത് ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ പുതുപ്പള്ളിയിലാണ്. അതിനുശേഷമാണ് ഞാൻ KE കോളേജ് മാന്നാനത്തിലേക്ക് വരുന്നത്, 3 വർഷം സൈക്കോളജി. അപ്പം അന്ന് സൈക്കോളജി പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ ക്രിമിനോളജി എന്ന് പറഞ്ഞൊരു മേഖലയെ പറ്റി കേട്ടത്. അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ HOD മാത്യു സാർ. അപ്പൊ ഈ മാത്യു സാർ അത്യാവശ്യം ഈ കുറെ അന്നത്തെ ടൈംസ് മാഗസിൻ അങ്ങനത്തെ മാഗസിൻസ് ഒക്കെ അത്യാവശ്യം വായിക്കുന്നത്, ഇന്ത്യ ടുഡേ അങ്ങനത്തെ മാഗസിൻസ് ഉണ്ടല്ലോ, മാഗസിൻസ് അത്യാവശ്യം വായിക്കുന്ന ആളാണ്. അത്യാവശ്യം രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. അപ്പം സാറിന്റെ ഒരു പ്രാവശ്യം ഇങ്ങനെ നമുക്ക് അത്യാവശ്യം HOD ആണെന്നുള്ള അങ്ങനത്തെ ഒരു സ്ട്രിക്ട്നെസ് ഒന്നും സാറില്ല. ഭയങ്കര കൂളായ കമ്പോസ്ഡ് ആയ ആളാണ്. ചുമ്മാ ഇങ്ങനെ സാറിന്റെ റൂമിലേക്ക് സാറിനെ കാണാൻ വേണ്ടി ചെന്നപ്പം എന്തോ കാര്യത്തിന് വേണ്ടി ചെന്നായിരിക്കും, എന്തോ പ്രാക്ടിക്കലായിട്ട് ബന്ധപ്പെടുന്ന സാധനം എന്തോ കാര്യത്തിന് വേണ്ടി സാറിന് ചെന്നപ്പം ഇങ്ങനെ ഒരു ജസ്റ്റ് ടൈംസ് മാഗസിനാണ് അതിലിരിക്കുന്നു. ചുമ്മാ ഞാൻ തുറന്നു നോക്കിയപ്പോഴത്തേനും അന്നത്തെ CBI ഡയറക്ടർ ഒരു ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട്, ഈ ക്രിമിനോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ജസ്റ്റ് ഒരു 1-2 പേജേ ഉള്ളൂ. ഞാനത് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ സാറിന്റെ അവിടെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ നീ എന്താ എവിടെ എന്ന് ചോദിച്ചിട്ട് സാറെന്തോ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ വന്നായിരുന്നു. അപ്പൊ ഞാൻ സാറിനെ കാണാമെന്നാണ്. അപ്പൊ ഞാനിത് ഇങ്ങനെ ആർട്ടിക്കിൾ കണ്ട്, സാർ എന്താണ് ഈ ക്രിമിനോളജി എന്ന് ചോദിച്ചു. ക്രിമിനോളജിയോ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, എന്താന്ന് പെട്ടെന്ന് ചോദിച്ചിരുന്നില്ല. ഞാൻ സാർ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ കണ്ടു, ഇതിനകത്തൊരു ആർട്ടിക്കിൾ കണ്ടു, ഇംഗ്ലീഷാണ്. അപ്പം ഞാൻ നോക്കട്ടെ എന്ന് പറയാന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ കഴിഞ്ഞ ദിവസം ചോദിച്ചായിരുന്നല്ലോ എന്താ ക്രിമിനോളജി എന്നുള്ളത്. അപ്പൊ സാറ് ജസ്റ്റ് സാറിന്റെ അറിവില് അന്നത്തെ നമുക്ക് ഈ പറഞ്ഞ പോലെ സോ കോൾഡ് മാക്സിമം എന്ന് പറയുന്നത് വിക്കിപീഡിയ ഉള്ളത്, വേറെ ഒരു സോഴ്സും ഇല്ലല്ലോ. ഇന്റർനെറ്റ് ആണെങ്കിൽ പോലും മാക്സിമം ആൾക്കാര്, ഈവൻ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ആൾക്കാര് ഈ പറഞ്ഞ AI ജനറേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ആൾക്കാർക്ക് ChatGPT മാത്രമാണ്, അല്ലാതെ വേറെ AI ടൂൾസ് ഉണ്ട് നമുക്ക് എസ്പെഷ്യലി ഇൻഫോർമേഷൻ എടുക്കാൻ പറ്റുന്നത്. അന്ന് നമുക്ക് വിക്കിപീഡിയ ആണ്. അന്നത്തെ അസൈൻമെന്റ് ആൾക്കാർ എഴുതുന്ന പിള്ളേർ എഴുതുന്ന വിക്കിപീഡിയ കോപ്പി പേസ്റ്റ് ആണ്. അപ്പം ഇങ്ങനെ വിക്കിപീഡിയ എന്നുള്ള ബേസിക് ഇൻഫർമേഷനും പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ സാർ അന്ന് എക്സ്പ്ലെയിൻ ചെയ്തു മാത്രമാണ് എനിക്ക് ക്രിമിനോളജി എന്നുള്ളത്. അപ്പൊ ഞാൻ വീട്ടിൽ ഇത് പറയുമ്പോഴും ഞാനൊരു എന്റെ അച്ഛൻ കൃഷിക്കാരനാണ്. അന്നൊക്കെ ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ഫീൽഡിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ നമുക്ക് അന്ന് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് നമുക്ക് ഒന്നത്തെ കാര്യം ഇതിനെപ്പറ്റി പ്രോപ്പറായിട്ട് ഗൈഡൻസ് തരാൻ ആരുമില്ല. ഭയങ്കര ഗ്യാപ്പാണ്. കാരണം നമുക്ക് ആരും ഇപ്പൊ എഞ്ചിനീയർ ആവണം, ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആവണം, നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് പേരോട് ചോദിക്കാം, ഫീൽഡ് ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇങ്ങനൊരു ഫീൽഡിലേക്ക് വരുമ്പോൾ ക്രിമിനോളജി എന്ന് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് ഞാൻ പോയി എടുത്താണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്ന് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് എടുക്കാം, ഇതുപോലത്തെ ഇന്റർവ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടാനുള്ള നമുക്ക് സോഴ്സുകളുണ്ട്. അന്ന് നമുക്ക് ആരുമില്ല.
ഇപ്പൊ നമുക്കന്ന് ഈ സാറ് പറഞ്ഞ ഒരു ചെറിയൊരു അതെന്താണ് ക്രിമിനോളജി എന്ന് പറഞ്ഞ് സാറിന്റെ അറിവിൽ മാത്രമാണ് എന്നോട് പറഞ്ഞു തന്നത്. അപ്പം അന്നത്തെ ലിമിറ്റഡ് ആയ ഇൻഫോർമേഷൻസ് വെച്ചാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത്. എന്താണ് ഞാൻ പഠിക്കാൻ പോകുന്നത്, ജോലി കിട്ടുമോ ഇല്ലയോ, നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലല്ലോ. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഡൽഹിയിൽ NICFS നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസിൽ ഞാൻ അവിടെ പോയി എക്സാം എഴുതുന്നു. അപ്പൊ അന്നത്തെ ഇപ്പം അത് NFSU ഡൽഹി ക്യാമ്പസ് ആണ്. ഞാൻ ആദ്യം ലിസ്റ്റിൽ വന്ന് കയറുന്നു. അപ്പം കുറച്ച് നാൾ അന്ന് ഞാൻ അവിടെ ചെന്ന സമയത്താണ് ഇന്ത്യയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്ന സമയമാണ്, 2010-2011 സമയത്ത്. അപ്പൊ അന്ന് ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങാൻ വേണ്ടി കുറച്ച് താമസിച്ചു. അപ്പൊ ഞാൻ അവിടെ എന്റെ ആന്റി ഉണ്ട് അവിടെ, അപ്പൊ ആന്റിയുടെ കൂടെയായിരുന്നു താമസിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് എസ്പെഷ്യലി ഒരു എക്സ്ട്രീം ക്ലൈമറ്റിലേക്ക് പോകുന്നത്. അപ്പൊ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു, എസ്പെഷ്യലി സ്കിൻ അലർജി വന്നു ഈ ഭയങ്കര എക്സ്ട്രീം ക്ലൈമറ്റിലേക്ക് പോയപ്പോൾ. അപ്പൊ എനിക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു, കാരണം ഇത് കുറച്ച് സ്കിൻ അലർജിയാണ്, സോ ബെറ്റർ യു റീലൊക്കേറ്റ് ടു യുവർ ഓൺ പ്ലേസ് എന്ന് പറഞ്ഞു. ഭയങ്കര വിഷമിച്ചു, കാരണം അത്യാവശ്യം നമ്മൾ ലിസ്റ്റിൽ കയറി നല്ലൊരു യൂണിവേഴ്സിറ്റി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിമിനോളജി ആൻഡ് ഫോറൻസിക് സയൻസ് ആണല്ലോ. അപ്പൊ പിന്നെ ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു, 1 വർഷത്തെ ബ്രേക്ക് എടുക്കും. കാരണം വേറെ എങ്ങും അപ്ലൈ ചെയ്തിട്ടില്ല. മനസ്സിലായി, ഞാൻ വേറെ എങ്ങും, അതായത് NICFS പഠിക്കുകയാണ് എന്റെ ലക്ഷ്യം. അപ്പൊ എനിക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു. So what happened, I took a break. അപ്പം അന്ന് ഞാൻ ബേസിക്കലി ഞാൻ ഇപ്പൊ നോക്കുമ്പോൾ എനിക്കൊരു വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു ഈ ഒരു വർഷത്തെ ഗ്യാപ്പ്. 2010 കഴിഞ്ഞ് എനിക്ക് ഏകദേശം 1 വർഷത്തെ ഗ്യാപ്പ് എടുത്തു. ഈ വർഷത്തെ ഗ്യാപ്പ് എടുത്തപ്പോഴാണ് കൃത്യമായിട്ട് I started reading. ഞാൻ സ്വയം തന്നെ, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എറണാകുളത്ത് ഒരു ലോ ബുക്ക് സെന്റർ ഉണ്ട്. ഞാൻ അവിടെ പോയി, എറണാകുളത്ത് പോയി, അത്യാവശ്യം ഞാൻ നമുക്ക് അത്യാവശ്യം കൃഷിപ്പണിയൊക്കെ ആണല്ലോ, ഞാൻ അത്യാവശ്യം നന്നായിട്ട് പറമ്പിലൊക്കെ പണിയെടുത്ത് സപ്പോർട്ടായിരുന്നു. അപ്പൊ എനിക്ക് അത്യാവശ്യം ഒരു സാധാരണ ഒരു കൂലിപ്പണിക്കാരന് കൊടുക്കുന്ന പൈസ എനിക്ക് അച്ഛൻ തരുമായിരുന്നു, പോക്കറ്റ് മണി ആയിട്ട്. അപ്പം ദിവസവും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണും, നമുക്ക് കൃഷി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കൃഷിയുണ്ട്. അച്ഛനോട് ഞാൻ അച്ഛനോട് വർക്ക് ചെയ്യുമ്പോൾ അച്ഛൻ എനിക്ക് പൈസ തരും. ആ പൈസ കൂട്ടി വെച്ച് ഞാൻ ബുക്സ് മേടിക്കാൻ തുടങ്ങി. ക്രിമിനോളജി ഞാൻ ക്രിമിനോളജി പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അധ്യാപനം ഉണ്ടായിരുന്നു, CLR. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, when you are a student you never learn nothing, but once you start teaching you start learning. ശരിയല്ലേ? ശരിയാണ്. നമ്മൾ സ്റ്റുഡന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മളൊന്നും അദ്ദേഹം പഠിക്കുന്നില്ല, എക്സാമിന് വേണ്ടി പഠിക്കുന്നു. പക്ഷേ once you start teaching കൂടുതൽ അറിവ് സ്റ്റാർട്ട് ലേണിംഗ്. അപ്പം അങ്ങനെ പോയി ഞാൻ ബുക്സ് വായിക്കുന്നു. അന്നത്തെ ക്രിമിനോളജിയുടെ ബേസിക് ഇന്ത്യൻ ഓതേഴ്സ് ബുക്സ്, പിന്നെ കുറച്ച് വെസ്റ്റേൺ ഓതേഴ്സ്, 1-2 ബുക്ക്. അത് വായിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് ക്ലിയർ ഐഡിയ കിട്ടിയത് എന്താണ് ക്രിമിനോളജി. അപ്പൊ അവിടെയാണ് ഒരു ചെറിയൊരു ഒരു ടെസ്റ്റ് വരുന്നത്. അതായത് ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ചത് ഫോറൻസിക് ആയിരുന്നു, പക്ഷേ ഞാൻ ഫോറൻസിക്കിനെ ക്രിമിനോളജി ആയിട്ട് തെറ്റിദ്ധരിച്ചു. അപ്പം വീണ്ടും ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി ഫോറൻസിക് സയൻസ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ നമുക്ക് ഡൽഹി ഇനി ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ട്. ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ അന്നത്തെ അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ വിളിച്ചു. എന്റെ അന്നത്തെ HOD ഡോക്ടർ പ്രൊഫസർ തിലകരാജ് സാറിനെ വിളിച്ചു. പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ എന്റെ ഇൻട്രസ്റ്റ് ഇതാണ്. അപ്പൊ സാറ് ഫോറൻസിക്കാരനല്ല, ഒരു പ്രോപ്പർ ക്രിമിനോളജിസ്റ്റ് ആണ്. അപ്പം സാർ എന്നോട് പറഞ്ഞു, ഡോണ്ട് വറി മെബിൻ, നീ ഇവിടെ എക്സാം കൊടുക്ക്, ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവും മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ, യു കം ഹിയർ. ഇവിടെ നമുക്ക് ഫോറൻസിക് ഇല്ല. അതായത് ഫോറൻസിക് ഒരു പേപ്പർ ആയിട്ടുണ്ട്, ഫോറൻസിക് സയൻസും ഫോറൻസിക് മെഡിസിനും ഒരു പേപ്പർ ആയിട്ടുണ്ട്. ഡോണ്ട് വറി, നമുക്ക് ഇവിടെ അടുത്ത് ഫോറൻസിക് ലാബ് ഉണ്ട്, തമിഴ്നാട് ഫോറൻസിക് ലാബ്. ഞാൻ എന്റെ ബിക്കോസ് സാർ HOD ആയതുകൊണ്ടും സാറിന് ഒരുപാട് കോൺടാക്ട്സ് അവിടെ ഉണ്ട്. അപ്പൊ സാർ എന്നോട് പറഞ്ഞു, ഡോണ്ട് വറി, സെക്കൻഡ്, അതായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ മുതൽ ഐ ക്യാൻ ഹെൽപ്പ് യു ഇൻ ഗെറ്റിംഗ് എൻ ഇന്റേൺഷിപ്പ്. പിന്നെ അവിടുത്തെ പ്രൊഫസേഴ്സ്, അതായത് അവിടുത്തെ സയന്റിഫിക് ഓഫീസേഴ്സ് ആണ് ഞങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കുന്നത് ഫോറൻസിക് സയൻസിലും മെഡിസിനിലും. അപ്പം അങ്ങനെ ഞാൻ 1 വർഷം ബ്രേക്ക് എടുക്കുന്നു, പിന്നെ പോയി എക്സാം എഴുതുന്നു. അപ്പം മദ്രാസ് യൂണിവേഴ്സിറ്റി ആയിരുന്നു, അന്ന് പറഞ്ഞ വലിയ ഫീസ് ഒന്നുമില്ല, വളരെ കുറവാണ്, 2000 രൂപയിലായിരുന്നു പെർ ഇയർ. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷനിൽ 2000 രൂപ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫൈൻ. അതെ, അന്നത്തെ കാലത്ത് നമുക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് അഡ്മിഷൻ എടുക്കുന്നു. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിൽ, അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യം നമ്മൾ പഠിക്കുമ്പം ഇതൊരു ക്രിമിനോളജി പഠിക്കുമ്പം കൂടുതൽ ഒരു സോഷ്യൽ സയൻസ് പഠിക്കുന്ന രീതിയിലാണ്, നമുക്ക് അത്ര ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ പാഷൻ ആ സബ്ജക്റ്റിനുള്ളത് കൊണ്ട് തന്നെ
സോ ഡെഫിനറ്റ്ലി ഞാൻ പഠിച്ചു. പിന്നെ ലോ ഉണ്ട്, ഈ പറഞ്ഞ ക്രിമിനൽ ലോ, IPC, CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, എല്ലാം നല്ല രീതിയിൽ പഠിക്കുന്നു, ഇൻട്രസ്റ്റ് ആവുന്നു. അങ്ങനെ ഫസ്റ്റ് സെമസ്റ്റർ തന്നെ കഴിയുമ്പം എനിക്കൊരു ഇന്റേൺഷിപ്പ് പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നു. അപ്പം ഞങ്ങൾക്ക് സാധാരണ ഇന്റേൺഷിപ്പ് 1 മാസമാണ്. ഞാൻ 6 മാസം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ചെയ്തു. അതായത് ക്ലാസ്സുകൾ നമുക്ക് കൂടുതലും ഈ പ്രാക്ടിക്കൽ ബേസ്ഡ്, നമുക്ക് അധികം പ്രാക്ടിക്കൽസ് ഇല്ലായിരുന്നു. പ്രാക്ടിക്കൽസ് കൂടുതലും വരുന്നത് സെക്കൻഡ് ഇയറിലായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇയറിൽ പ്രാക്ടിക്കൽ ഇല്ലാത്തതുകൊണ്ട് ക്ലാസ് ഏകദേശം ഒരു 10:30 അല്ലെങ്കിൽ മാക്സിമം ഒരു 10:30 അല്ലെങ്കിൽ 10 മണിക്ക് തുടങ്ങി ഒരു 12:30 1 മണിയാകുമ്പോൾ തീരും. അതിനുശേഷം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. അപ്പം അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഫ്രീക്വന്റ് ആയിട്ട് അപ്പം തമിഴ് പഠിച്ചു. കാരണം മലയാളിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗുണമെന്ന് വെച്ചാൽ അത്യാവശ്യം എനിക്ക് അത്യാവശ്യം വായിക്കാൻ അറിയാം തമിഴ്. ഇപ്പോഴും എനിക്ക് തമിഴ് വായിക്കാൻ അറിയാം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാൻ തുടങ്ങി. അവരെനിക്ക് FIR തരാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവർക്ക് വായിച്ചപ്പം അന്നത്തെ തമിഴ്നാട് D1 പോലീസ് സ്റ്റേഷനുള്ള ഭയങ്കര ഒന്നാമത്തെ കാര്യം ഓഫീസേഴ്സ് എല്ലാം ഭയങ്കര ന്യൂ ബാച്ച് ആയിരുന്നു. ന്യൂ ബാച്ച് ഓഫ് സബ് ഇൻസ്പെക്ടേഴ്സ് ആയിരുന്നു. പിന്നെ ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ ഭയങ്കര റിലേറ്റ് ചെയ്ത് പെട്ടെന്ന് അവർക്കും ഈ ക്രിമിനോളജി എന്താണെന്ന്, കാരണം അന്നും ഈ പറഞ്ഞ പോലീസുകാർക്ക് ഈ ക്രിമിനോളജി സബ്ജക്ട്സ് ഒന്നും വന്നില്ല. അവര് അതിനെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗത്ത് പോലും അത്ര പഠിക്കുന്നില്ല. അപ്പം ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയിരുന്നു, ഒരു ഇൻഫോർമേഷൻ ഗീവ് ആൻഡ് ടേക്ക് ആയിരുന്നു. അങ്ങനെ വന്നപ്പോൾ അവർക്കും ഇൻട്രസ്റ്റ് ആയി. അപ്പം അവര് റെയ്ഡിന് പോകുമ്പോൾ അവരോടെ പോവുക, ഇൻവെസ്റ്റിഗേഷനിൽ ഇപ്പം ക്രൈം സീനിൽ കൊണ്ടുപോവുക. സോ അങ്ങനെ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഞാൻ പറഞ്ഞല്ലോ, അതായത് എന്റെ ഫോറൻസിക് നോളജ് എന്ന് പറയുന്നത് ബുക്കിലൂടെ ആയിരുന്നില്ല, പ്രാക്ടിക്കൽ നോളജ്, റിയൽ പ്രാക്ടിക്കൽ എക്സ്പോഷർ ആയിരുന്നു. കാരണം ആലോചിച്ച് നോക്കി, എല്ലാ ദിവസവും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 10 അല്ലെങ്കിൽ 10 മണിക്ക് പോയി ക്ലാസ് തുടങ്ങി 12:30 ആകുമ്പോൾ 1 മണിയാകുമ്പോൾ വിട്ട്, പിന്നീട് ഒരു ക്യാൻറ്റീൻ അവിടുത്തെ ഞങ്ങളെ ഹോസ്റ്റലിൽ പോയി ഫുഡ് കഴിച്ച് നേരെ ഡ്രസ്സ് മാറി നേരെ പോകുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ്. ഈ എനിക്കിത് പറയുമ്പോൾ ചില സിനിമകളുടെ ഒരു രീതി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ സ്റ്റോറി പറയുമ്പോൾ ഒരാളൊരു ഇന്ത്യൻ ആയിട്ട് വരുന്നു, കേസ് അന്വേഷണത്തിന്റെ ഭാഗമാകുന്നു, അങ്ങനെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും കഥകളുണ്ടോ? അങ്ങനെ നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് മേജറായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത? ഞാൻ പറഞ്ഞല്ലോ ഒരുപാടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു നിർത്തിയതുപോലെ എന്റെ ഫോറൻസിക് നോളജ് എന്ന് പറയുന്നത് ഈ മാരൻ മില്ലറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പത്തെ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരുപാട് ബുക്സ് ഉണ്ട് ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷന്റെ. റിച്ചാർഡ് സഫസ്റ്റീനോ ഒന്നും വായിച്ചായിരുന്നില്ല. അതൊക്കെ ഞാൻ വായിച്ചത് ഞാൻ അധ്യാപകനായ ശേഷമാണ്. കാരണം നമുക്ക് അന്ന് സാറുമാര് വന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നു, അത് നോട്ട് എടുക്കുന്നു, ലെക്ചർ നോട്ട്സ് എടുക്കുന്നു. സാറുമാർ അന്ന് PPT അയച്ചു, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ നമ്മൾ ലൈബ്രറി ഉണ്ടായിരുന്നു, നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി ഉണ്ടായിരുന്നു അവിടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ. അവിടെ നമുക്ക് ആവശ്യമുള്ള റെഫർ ചെയ്യുന്നു, നമ്മൾ എടുക്കുന്നു. അതല്ലാതെ നമ്മൾ ഇതിനകത്ത് മീൻസ്, കാരണം എന്ന് വെച്ചാൽ നമുക്ക് അല്ലാതെ തന്നെ നോളജ് കിട്ടുന്നുണ്ട്. കാരണം ഓൺ ഫീൽഡിൽ നിന്ന് കിട്ടുന്നുണ്ട് നമുക്ക്, മനസ്സിലായോ? അപ്പം ഈ പറഞ്ഞ പോലീസുകാര് ചിലപ്പോൾ വൈകിട്ട് ഡ്രോപ്പ് ചെയ്യും, ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യും, ഞങ്ങൾ റൗണ്ട്സിന് പോകും, പാട്രോളിനൊക്കെ പോകും. അപ്പൊ അങ്ങനെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ എന്ത് കേസ് വന്നാലും, അപ്പൊ അത് എന്ത് കേസും ആയിക്കോട്ടെ, അതൊരു പ്രോപ്പർ ഹോമിസൈഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു റേപ്പ് കേസ് ആയിക്കോട്ടെ. ഇപ്പൊ റേപ്പ് കേസുകളിലേക്ക് അധികം ആദ്യം കൊണ്ടുപോയില്ലായിരുന്നു, പിന്നീടാണ് കൂടുതലും സെക്ഷൽ ഒഫൻസിലേക്ക് കൊണ്ടുപോകുന്നത്, ക്രൈംസ് അന്നത്തെ കാലത്ത് ക്രൈം സീനിലേക്ക്. സോ എന്റെ ഒരു നോളജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫോറൻസിക്കിലേക്കുള്ള നോളജ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ എക്സ്പോഷർ ആയിരുന്നു. ആ സമയത്ത് ഒരുപാട് കേസുകൾ, ഒരു ബോഡി കത്തിച്ച്, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ കൊന്നിട്ട് കത്തിച്ചെടുത്തായിരുന്നു. അതായത് നമ്മൾ ആ സമയം വരെ ഞാൻ ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്രൈം സീനിൽ ചെല്ലുമ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എസ്പെഷ്യലി നമ്മൾ ബുക്ക് വായിക്കുന്ന പോലെയോ ഒരു സിനിമ കാണുന്ന പോലെയോ വെബ് സീരീസ് കാണുന്ന പോലെയല്ല ഒരു റിയൽ ക്രൈം സീനിൽ പോയി ഒരു ബ്ലഡ് കാണുന്നത്. സോ ഞാൻ അവിടെ ചെന്നു, ക്രൈം സീനിൽ കയറി കഴിഞ്ഞ് ഭയങ്കര സ്മെല്ലാണല്ലോ, കത്തിക്കഴിഞ്ഞ ബോഡിയായിരുന്നു. കയറി കഴിഞ്ഞപ്പോ തന്നെ ഞാൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. സോ ഐ വാസ് സോ അൺവെൽ. ഒരു അത്യാവശ്യം തലകറക്കം പോലെയൊക്കെ വന്നു. പിന്നെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ എന്നെ എടുത്തുകൊണ്ട് നേരെ ജീപ്പിന്റെ അടുത്ത് കൊണ്ട് അവിടെ ഇരുത്തി. അപ്പം നമ്മൾ സാധാരണ ഫോറൻസിക്കിൽ പറയാറുണ്ട്, നമുക്ക് ഓരോ ക്രൈം സീനും ഡിഫറെന്റ് ആണ്. അതെ, ഓരോ ക്രൈം സീനിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കും. ഓരോ ക്രൈം സീനും നമുക്ക് പറയുകയാണെങ്കിൽ ഒരു കോഴ്സ് പോലെയാണ്. ഓരോ ക്രൈം സീനും ഒരു കോഴ്സാണ് ഞാൻ പറയും. ഓരോ കേസും അല്ലെങ്കിൽ ഫോറൻസിക് എക്സ്പേർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഫോറൻസിക് എക്സ്പേർട്ട് കൂടുതലും ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മാനേജ്മെന്റ് ആൻഡ് റീകൺസ്ട്രക്ഷൻ നമ്മൾ കൂടുതലും ചെയ്യുന്നത്. പിന്നെ കേസ് ഇൻവെസ്റ്റിഗേഷൻ പോലീസ് ഓഫീസേഴ്സ് ആണ് ചെയ്യുന്നത്. അതായത് പല ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഫോറൻസിക് എക്സ്പേർട്സ് ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അല്ല, ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അല്ലെങ്കിൽ ഫോറൻസിക് എക്സ്പേർട്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൈം സീൻ, ഒരു കൊലപാതകം നടക്കുന്നു, ഒരു കുറ്റകൃത്യം നടക്കുന്നു, അവിടെ പോയി നമ്മൾ
ഇപ്പം ഈ പറഞ്ഞ സോ കോൾഡ് ഇൻസ്പെക്ടർ നമ്മളെ വിളിക്കും, അല്ലെങ്കിൽ SP വിൽ കോളസ് ഒക്കെ ഇങ്ങനൊരു കൺസേൺ ക്രൈം സീൻ ഉണ്ട്. ഇപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം നമ്മുടെ സാധാരണ ഇപ്പോഴത്തെ കേരളത്തിലെയോ ഇതാണെങ്കിൽ നമുക്ക് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്സ് ടീം ഉണ്ട്, ഇപ്പം മൊബൈൽ ഫോറൻസിക് യൂണിറ്റ് ഉണ്ട്, ഡോഗ് സ്ക്വാഡ് ഉണ്ട്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റിക്വയർമെന്റ് നമ്മൾ അവിടെ ചെല്ലുന്നു, എവിഡൻസ് പ്രോപ്പറായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഉണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യുന്നു. നമ്മൾ അതിനെ സാധാരണ നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്ന ബ്രിട്ടീഷ് മോഡലാണ്. ഒരുപാട് മോഡൽസ് ഉണ്ട്. ഇപ്പം ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷന് പല മോഡൽസ് ഉണ്ട്. നമ്മൾ കൂടുതലും ഫോളോ ചെയ്യുന്ന ബ്രിട്ടീഷ് മോഡലാണ്. 7S മോഡൽ എന്ന് പറയും. 7S മോഡൽ. പക്ഷെ നമ്മളത് ആ പ്രൊസീജിയർ, ആ പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യുന്നു, നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യുന്നു, പ്രിസർവ് ചെയ്യുന്നു, പിന്നെ അത് അനാലിസിന് വേണ്ടി കൺസേൺ ഡിപ്പാർട്ട്മെന്റ്, കൺസേൺ ഡിവിഷനിലേക്ക് അയക്കുന്നു. അത് വലിയൊരു പ്രൊസീജിയർ. ഈ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ വലിയ പ്രൊസീജിയറാണ്. സോ അതൊക്കെ എത്രമാത്രം നമ്മുടെ നാട്ടിൽ നടക്കുന്നുള്ളത് വളരെ അത് ഡെഫിനറ്റ്ലി അണ്ടർ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് നമ്മൾ സോ കോൾഡ് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. ഇപ്പോ ഒരു നേരത്തെ പറഞ്ഞ കേസ് തന്നെ പറയുകയാണെങ്കിൽ ആ കേസിൽ ഒരു ഇന്റിമേഷൻ വന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് ആയിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ പോലീസ് സ്റ്റേഷൻ അറിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ഇതിനെ പറ്റി അറിയുന്നത്. സോ പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് നമ്മൾ ഇതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ക്രൈം സീൻ ആരാണോ ആദ്യം കാണുന്നത്, ഫസ്റ്റ് റെസ്പോണ്ടന്റ് നമ്മൾ പറയും, ആ വ്യക്തിയാണ് ഇന്റിമേഷൻ ചെയ്യുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ അറിഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ അറിഞ്ഞു, നമ്മുടെ അടുക്കലേക്ക് ഇൻഫർമേഷൻ എത്തി, നിങ്ങളൊരു ടീമായിട്ടായിരിക്കുമല്ലോ പോകുന്നത്. ടീമായിട്ട് അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നതിന് ശേഷം എന്താണ് പ്രൊസീജിയർ? 1 by 1 ആയിട്ട് നോക്കുക. അപ്പം ഞാൻ ഒരു പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ നമ്മൾ അവിടെ ചെല്ലുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് ത്രൂ എന്ന് പറയും. നമ്മൾ ക്രൈം സീനിൽ ആദ്യം നമ്മളൊന്ന് നോക്കും ഹൗ ഇറ്റ് ഈസ്. എന്നിട്ട് നമുക്കൊരു സെർച്ച് പാറ്റേൺ ഉണ്ട്, പലതരത്തിലുള്ള സെർച്ച് പാറ്റേൺ ഉണ്ട്. നമ്മൾ എത്രമാത്രം ഏത് തരത്തിലുള്ള എവിഡൻസ് ആണ് നമ്മൾ നോക്കുന്നു, എങ്ങനെയാണ് എവിഡൻസ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നു. അതിനനുസരിച്ച് ഗിവൺ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഗിവൺ ചിലപ്പം ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ ഒരു കുറ്റകൃത്യം നടക്കുന്നത് ചിലപ്പം ഒരു ബിൽഡിങ്ങിലായിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു ഓപ്പൺ സ്പേസ് ആയിരിക്കും, ഒരു വയലിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു റോഡ് സൈഡിലായിരിക്കാം. സോ ഏതാണോ കണ്ടീഷൻ അതിനനുസരിച്ച് നമ്മുടെ സെർച്ച് മെത്തേഡ് മാറും. ഇപ്പം നമ്മൾ വെളിയിലാണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ ഇൻഡോർ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഇപ്പൊ ഒരു മുറിക്കകത്താണെങ്കിൽ, ഒരു വീടിനകത്താണെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വേറൊരു മെത്തേഡ് ഉണ്ട്. പല മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം ആ എവിഡൻസിന്റെ എങ്ങനെയാണോ എവിഡൻസ് സ്പ്രെഡ് ചെയ്യുന്നത്, എത്ര ഏരിയ ഉണ്ടോ അതിനനുസരിച്ച് നമ്മളൊരു പർട്ടിക്കുലർ മെത്തേഡ് ഫോളോ ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ സോൺ മെത്തേഡ് എന്ന് പറഞ്ഞ ചെറിയ മെത്തേഡ് ഉണ്ട്, സ്പൈറൽ മെത്തേഡ്, സ്ട്രിപ്പ് മെത്തേഡ്, ലൈൻ മെത്തേഡ്, അങ്ങനെ പല പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും അനുയോജ്യമായ മെത്തേഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ചൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എവിഡൻസ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. എവിഡൻസ് കളക്ഷൻ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിംഗർ പ്രിന്റ്സിന് വേണ്ടി നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഫിംഗർ പ്രിന്റ് ടീം ഉണ്ട്, ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ് ഉണ്ട്. സോ അവർ വന്ന് ഫിംഗർ പ്രിന്റിന്റെ കാര്യം നോക്കും. മറ്റ് ബയോളജിക്കൽ എവിഡൻസസ്, മറ്റ് ഫിസിക്കൽ എവിഡൻസും നമ്മൾ ഈ പറഞ്ഞ ഫോറൻസിക് എക്സ്പേർട്സ് ആണ് കളക്ട് ചെയ്യുന്നത്. നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, എപ്പോഴും ഒരു കുറ്റകൃത്യത്തില് ഇപ്പം പലപ്പോഴും പല കേസുകൾ നമ്മൾ നോക്കുമ്പം പറയുമല്ലോ തെളിവില്ല, അല്ലെങ്കിൽ തെളിവ് കിട്ടുന്നില്ല. ഇതിന്റെ ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഒരു പ്രോപ്പറായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു ബ്രിട്ടീഷ് മോഡൽ 7S മോഡൽ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ നമുക്ക് കൃത്യമായിട്ട് ആ പർട്ടിക്കുലർ ക്രൈം സീനെ ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് കൃത്യമായിട്ട് തെളിവുകൾ കിട്ടും.